ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം അക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ശോഭയുടെ വിസ്പറിംഗ് ഹിൽ എന്ന് പറഞ്ഞ ഒരു അപ്പാർട്ട്മെന്റ് പ്രൊജക്ട് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ മിനിയേച്ചർ ഇതാണ്. നമുക്ക് അജയ് ഇതിന്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ ഇതാണ് അജയ്, ശോഭയുടെ ട്രിവാൻഡ്രത്തിലുള്ള ഡെപ്യൂട്ടി മാനേജറാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ആൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇത് നമ്മുടെ ശോഭയുടെ ട്രിവാൻഡ്രത്തെ ഫസ്റ്റ് റെസിഡൻഷ്യൽ പ്രൊജക്ട് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു യുണീക്ക് അല്ലെങ്കിൽ അത്രയും ഐക്കോണിക് ആയിട്ട് ഒരു ലാൻഡ്മാർക്ക് ഓറിയന്റഡ് എന്ന രീതിയിലാണ് ഈ പ്രൊജക്ട് ശോഭ ഡിസൈൻ ചെയ്തേക്കുന്നത്. ശുഭ വിസ്പറിംഗ് എന്നാണ് ഈ പ്രൊജക്ടിന്റെ ഒരു അംബ്രല നെയിം. ഇതിനകത്തൊരു നമ്മൾ ഇതിനകത്തൊരു ടോട്ടൽ 7 ഏക്കറോളം ലാൻഡ് നമ്മൾ 2 പ്രൊജക്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഇന്ന് ട്രിവാൻഡ്രത്തുള്ള ഏറ്റവും വലിയ ലാൻഡ് ഏരിയ ഉള്ള ഒരു ക്ലബ് ഹൗസ്. ആദ്യത്തെ ഒരു 55 സെന്റിൽ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അമ്യൂണിറ്റീസോട് കൂടിയുള്ള ക്ലബ് ഹൗസ് ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് എന്തുകൊണ്ട് ശോഭ എന്നുള്ള ഒരു ചോദ്യത്തിന് ഫസ്റ്റ് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഒരു നിഷായിട്ടുള്ള ഒരു വളരെ എലൈറ്റ് നിഷായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് വരുന്നത്. ഇപ്പൊ നമ്മുടെ മെഡോസ് എടുക്കുവാണെങ്കിൽ ഇത് 2 ഏക്കറാണ് ടോട്ടൽ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത്. 2 ഏക്കർ ലാൻഡ് ഏരിയയിൽ നമ്മൾ ചെയ്യുന്നത് 98 യൂണിറ്റ് ആണ്. 12 ഫ്ലോർ വരുന്ന 98 യൂണിറ്റ് ഉള്ള ഒരു അപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ആണ് നമ്മൾ ഇതിനകത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് വരുമ്പോൾ ഈ 98 യൂണിറ്റ് വരുന്നൊരു ടവർ, അത് ഒരു അപ്പാർട്ട്മെന്റിന് നമുക്ക് വാൾ ഷെയറിംഗ് ഇല്ല എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയൊരു ഫീച്ചറാണ്. എല്ലാം ഇൻഡിവിജ്വൽ പ്രൈവസി ഉള്ള ഇൻഡിവിജ്വൽ അപ്പാർട്ട്മെന്റ്സ് തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ ഇതിന്റെ അമ്യൂണിറ്റീസിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ എൻ്റെ 2 ഏക്കറിൽ 1 ഏക്കർ 30 സെന്റും ഓപ്പൺ സ്പേസ് ആണ് വരുന്നത്. അമ്യൂണിറ്റീസോട് കൂടിയുള്ള ഓപ്പൺ സ്പേസ് ആണ് വരുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഒരു ലിവ് ബാക്ക് ടു നേച്ചർ എന്നുള്ള രീതിയിലായി പ്രൊജക്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇപ്പം റിഡ്ജിലോട്ട് വരുമ്പോൾ ഇതിനകത്ത് നമുക്ക് വരുമ്പോൾ 2 ഏക്കർ 43 സെന്റ് ആണ് നമുക്ക് റിഡ്ജ് എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ ലാൻഡ് ഏരിയ. അതിനകത്ത് നമ്മൾ 1 ഏക്കർ 95 സെന്റും, അതായത് ഇതിന്റെ 80% ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നത്. ഒരുപാടധികം എക്സ്ക്ലൂസീവ് അമ്യൂണിറ്റീസും ഫീച്ചേഴ്സും നമ്മുടെ ഈ പ്രൊജക്റ്റിൽ വരുന്നുണ്ട്. ഇതൊരു മിയാവാക്കി ഫോറസ്റ്റ് ആണ്, തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ്. അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഓക്സിജൻ സപ്ലൈയും പൊല്യൂഷനും നമുക്ക് അതിനകത്ത് കുറയ്ക്കാൻ പറ്റും. സ്ട്രക്ചറിന്റെ കാര്യത്തിൽ മറീന വൺ ചെയ്ത സമയത്ത് മെയ്വൺ ടെക്നോളജി ആണെന്ന് പറഞ്ഞത്, അതുപോലെ തന്നെയാണ് ഇത് ട്രിവാൻഡ്രത്തെ ഫസ്റ്റ് മെയ്വൺ സ്ട്രക്ചറിംഗ് ആണ്. കേരളത്തിലെ മെയ്വാൻ മെത്തേഡിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഏക ബിൽഡർ ശോഭയാണ്. എന്തുകൊണ്ട് നമ്മൾ ഇവിടെ മെയ്വാനിലോട്ട് ഫോക്കസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ ആണ്. നമ്മുടെ ഒരു വീടോ അപ്പാർട്ട്മെന്റോ എടുത്തു കഴിഞ്ഞാൽ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ക്രാക്സ് ഫോം ചെയ്യുക, ലീക്കേജസ് ഉണ്ടാവുക, ഡാമ്പനിങ്സ് ഉണ്ടാവുക, സ്വീപ്പേജസ് ഉണ്ടാകുക, പൊള്ളി ഇളകുക, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ്. അപ്പൊ അതൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയ്വാനിലോട്ട് കൊണ്ടുവന്നത്. അതിനുള്ള കോസ്റ്റ് കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി നമ്മുടെ കൺവെൻഷണൽ കോസ്റ്റിനേക്കാളും കുറച്ച് കൂടുതലാണ്. പക്ഷെ കൂടുതൽ നമ്മൾ കൊടുക്കുമ്പോൾ പോലും അതിന്റെ സ്ട്രക്ചറൽ ലൈഫും സ്ട്രെങ്തും എല്ലാം കൂടുതലാണ്. എല്ലാം നമ്മുടെ ഇതിന്റെ പാർട്ടീഷൻ വാൾസും എല്ലാം തന്നെ നമ്മൾ കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത്. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ലൊക്കേഷൻ.